പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിലാണ് ഇതിനുശേഷം ഉടൻ തന്നെ മറവ് ചെയ്യുമോ? സ്വാഭാവികമായും നമ്മൾ സാധാരണ ലോജിക്കിൽ ചിന്തിക്കുന്നതിനപ്പുറം വിശ്വാസപരമായി സംസാരിക്കുന്ന അവരവരുടെ വിശ്വാസമെന്ന് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മക്കൾ സംസാരിക്കുന്നത്. സ്വാഭാവികമായും സമാധിയായ ആളെ വീണ്ടും അവിടെ തന്നെ ഇരുത്തണം, ഇത് അച്ഛൻ സമാധിയാകുമെന്ന് പറഞ്ഞിരുന്ന തീർച്ചയായിട്ടും അത് നടക്കുകയും ചെയ്യും. അതിൽ സംശയമില്ല. സ്വാഭാവികമായ മരണമാണ് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ അവിടെ തന്നെ സമാധിയാക്കുന്നതിൽ മറ്റ് തടസ്സങ്ങളുമില്ല എന്നുള്ളതാണ്. അതിലൊരു സംശയ ദൂരീകരണം വേണം. കാര്യം ഈ കുടുംബത്തിനും അത് തന്നെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. TV പ്രസാദ് അത് കുടുംബത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി. ഹൈക്കോടതി വളരെ യുക്തിപരമായി ചോദിച്ച ചോദ്യം ആയിരുന്നു, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അതിനൊരു ഉത്തരം നൽകാൻ കുടുംബത്തിന് കഴിഞ്ഞില്ല. അതിനി വരും ദിവസങ്ങളിലും ആ കുടുംബത്തെ അത് വേട്ടയാടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ചോദ്യത്തിനെല്ലാം ഒരു ഉത്തരമാവും. സ്വാഭാവികമായ മരണമാണെങ്കിൽ കുടുംബത്തിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല. ഇനി അതല്ലെങ്കിൽ മാത്രമാണ് മറ്റ് നിയമക്കുരുക്കുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തി സ്വാഭാവികമായ മരണമാണെന്ന് ഉറപ്പാക്കുന്നത് ആ കുടുംബത്തിനും നല്ലതാണ്. ഇനിയുള്ള നിയമ പോരാട്ടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കുരുക്കുകളിൽ നിന്ന് ആ കുടുംബത്തിനും കരകയറാൻ സാധിക്കുകയും ചെയ്യും. ആ അർത്ഥത്തിൽ കുടുംബത്തെ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നടപടിക്രമങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. സ്ലാബ് പൊളിച്ചിരിക്കുന്നു. അവിടെ ഭൗതിക ശരീരമുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഗോപന്റെ മൃതദേഹം ഇപ്പോൾ ഇരിക്കുന്ന നിലയിലാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മൾ റിപ്പോർട്ടർമാർക്ക് നേരിട്ട് അവിടേക്ക് പ്രവേശനമില്ല. 200 മീറ്റർ അകലെയാണ് റിപ്പോർട്ടർമാരെ അടക്കം എല്ലാ മാധ്യമപ്രവർത്തകരെയും ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. 1/2 കിലോമീറ്റർ അകലെയാണ് പൊതുജനങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റാർക്കും അവിടേക്ക് പ്രവേശനമില്ല. പൂർണ്ണമായും പോലീസിന്റെയും സബ് കളക്ടറുടെയും നിയന്ത്രണത്തിലാണ് ആ പ്രദേശം. ഇപ്പോൾ TV പ്രസാദ് ചേരുന്നുണ്ട്. TV പ്രസാദ്, ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറയ്ക്കുള്ളിലുണ്ട്, ഇരിക്കുന്ന നിലയിലാണ്. ഈ രണ്ടു കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുക. ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൃശ്യങ്ങൾ നമുക്ക് നൽകുക സാധ്യമല്ല. എന്നാൽ അല്പസമയത്തിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങും. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്, അല്ലേ TV പ്രസാദ്? അരുൺ, ഞാനിപ്പോൾ ഒരു ഫോറൻസിക് സർജനോട് സംസാരിക്കുകയായിരുന്നു. പുള്ളി പറഞ്ഞത് 3 ഫോറൻസിക് സർജന്മാരടങ്ങിയ സംഘത്തെയാണ് ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. HOD അങ്ങനെ ഒരു നിർദ്ദേശമാണ് ഇന്നലെ ഇപ്പോൾ മറ്റ് ഫോറൻസിക് സർജന്മാർക്ക്, മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ അരുൺ, ആംബുലൻസ് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട സാധ്യത 2 എണ്ണമാണ്. അതായത് ഈ പറയുന്ന ഈ 7 ദിവസമായല്ലോ, നാളേക്ക് 8 ദിവസമായി, ഇന്നിപ്പോൾ 7 ദിവസമാകുന്നു. ഈ 7 ദിവസത്തിനിടയിൽ മൃതദേഹത്തിൻ്റെ അവസ്ഥ അത് അതിൻ്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് അത് എത്രത്തോളമായി എന്ന കാര്യത്തിൽ ഒരു ഇതുണ്ടാവും. അതായത് കൂടുതൽ തണുപ്പൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൃതദേഹം അഴുകിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നതാണെങ്കിൽ, അതായത് സാഹചര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി പൂർണ്ണമായി അഴുകിയ നിലയിലാണെങ്കിൽ ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയാലും ആന്തരികാവയവം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പരിശോധനകളാണ് ഇതിലേറ്റവും നിർണായകമായിട്ടുള്ളത്. അതായത് ഡോക്ടർമാർ പറയുന്നത് മൃതദേഹം ജീർണിച്ചാലും മരണകാരണം കണ്ടെത്തുന്നതിന് തടസ്സമില്ല എന്ന് തന്നെയാണ് വിശദീകരിക്കുന്നത്. മാത്രമല്ല, ഇത്രയേറെ വിവാദമായ ഒരു കേസായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ പരിശോധന വേണം എന്നുള്ളത് കൊണ്ട് ഒരു ഭാഗവും വിട്ടുപോകാത്ത നിലയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പിന്നീട് പരിശോധിക്കേണ്ടത്, സാധാരണ ഒരു തൂങ്ങിമരണം, കൊലപാതകം, അത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധന അതിൽ പ്രത്യേകമായി അയക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് ഇൻക്വസ്റ്റ് നടത്തി ബോഡി കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതിൻ്റെ ആന്തരികാവയവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റണം, ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ഇവിടെ തന്നെ നടത്തിക്കഴിഞ്ഞതിന് ശേഷം ബോഡി പാർട്സ് ഉൾപ്പെടെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി തിരിച്ച് ഒരു ബോഡിയായി ബന്ധുക്കൾക്കുൾപ്പെടെ കാണുന്ന രീതിയിലുള്ള സജ്ജീകരണമാക്കാനുള്ള ഒരു സാധ്യതയും മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുൺ, ഈ ആംബുലൻസ് കൊണ്ടുവന്നത് മൃതദേഹം പൂർണ്ണമായി കൊണ്ടുപോയി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അരുൺ, മറിച്ച് ഇവിടെ ബോഡി പൂർണ്ണമായി അഴുകിയ നിലയിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആന്തരികാവയവങ്ങളുടെ പരിശോധന ഇത്തരം കേസുകളിൽ വളരെ നിർണായകമാണ്. ആ കാര്യങ്ങൾ ഈ ആംബുലൻസിലേക്ക് കയറ്റി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇന്നലെ HOD മറ്റ് ആളുകളോട് മറ്റ് ഡോക്ടർമാരോട് സംസാരിച്ചത് ഇവിടെ തന്നെ ചെയ്യാനുള്ള സാധ്യതയാണ്. അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ സ്വാഭാവികമായി ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. എന്തായാലും പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു. ഇവിടെ ആയാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായാലും ഇത് ചെയ്യുന്നതിന് വേണ്ടി. മാത്രമല്ല, ഒരു തെറ്റും ഇല്ലാത്ത രീതിയിൽ, ഒരു വീഴ്ചയും ഇല്ലാത്ത രീതിയിൽ, വളരെ കൃത്യമായി മരണകാരണം കണ്ടുപിടിക്കുന്ന രീതിയിൽ, മരിച്ച സമയം കണ്ടുപിടിക്കുന്ന രീതിയിൽ കഴിയും. ബോഡി എത്ര ജീർണിച്ചാലും കഴിയും എന്ന് തന്നെയാണ്
അത് വളരെ നിർണായകമാണ് ടി വി പ്രസാദ്. അതായത് എത്ര അഴുകിയാലും ഇത് വലിയ പഴക്കമില്ലല്ലോ, ഒരാഴ്ചത്തെ പഴക്കം മാത്രമാണുള്ളത്. ആ ഒരാഴ്ചത്തെ പഴക്കമുണ്ടെങ്കിൽ പോലും എപ്പോഴാണ് മരണം സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബം നേരത്തെ നമ്മളോട് പറഞ്ഞത് 11:15 കൂടി സമാധിയായി എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ സ്ലാബിലേക്ക് മാറ്റുന്നതും പൂജാകർമ്മങ്ങളൊക്കെ നടത്തുന്നതും. 11:15 സമാധിയായതിനു ശേഷം അന്നത്തെ പകൽ മുഴുവൻ പൂജാകർമ്മങ്ങളും രാത്രിയിലും പൂജാകർമ്മങ്ങൾ തുടർന്ന് സ്ലാബ് ഉണ്ടാക്കി രാവിലെ 4:30 കൂടിയാണ് ആ മുകളിലത്തെ സ്ലാബ് വെച്ച് അടച്ചത് എന്നാണ്.